മാപ്പിളപ്പാട്ട് പോലെ ഒരു കല കേരളത്തിൽ വേറെ ഇല്ല. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ബാക്കി ഇപ്പോൾ നിങ്ങളിപ്പോൾ തുള്ളൽ പാട്ടുകൾ എടുത്ത് നോക്കിക്കോളൂ. ഒരു പാട്ട് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ മർമ്മതാളത്തിൽ തുടങ്ങുന്നു, അത് മർമ്മതാളത്തിൽ അവസാനിക്കുന്നു. അല്ലെങ്കിൽ കാരിക താളത്തിൽ തുടങ്ങുന്നു, കാരിക താളത്തിൽ അവസാനിക്കുന്നു. ചെമ്പട താളത്തിൽ തുടങ്ങുന്നു, ചെമ്പട താളത്തിൽ അവസാനിക്കുന്നു. എന്നിട്ട് അടുത്ത തുടങ്ങുന്നത് വേറെ ഒരു താളത്തിലാണ്. ബാക്കി ഏത് കലകളും അങ്ങനെയാണ്. പക്ഷേ മാപ്പിളപ്പാട്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അടിസ്ഥാന ഘടന തന്നെ ഒരേ സമയത്ത് ഒരു അടിത്തറ നിർമ്മിക്കുകയും അതേ സമയത്ത് ആ അടിത്തറയുടെ മുകളിൽ ഓരോ കവിക്കും അയാളുടേതായിട്ടുള്ള എത്രത്തോളം വൈവിധ്യമാർന്ന ശില്പങ്ങൾ നിർമ്മിക്കുക വെച്ചാൽ അത്രത്തോളം വൈവിധ്യമാർന്ന, അത്രത്തോളം സവിശേഷമായ, അത്രത്തോളം യുണീക്കായ, അനന്യമായ ശില്പങ്ങൾ നിർമ്മിക്കാനുള്ള എന്നുവെച്ചാൽ ശബ്ദശില്പങ്ങൾ നിർമ്മിക്കാനുള്ള മുഴുവൻ സ്പേസും മാപ്പിളപ്പാട്ടുകളിൽ ഉണ്ട്. മാത്രമല്ല അതിന് കൃത്യമായിട്ടുള്ള കണക്കുമുണ്ട്. വെച്ചാൽ ആ സ്വാതന്ത്ര്യം എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ള വെച്ചാൽ സ്വാതന്ത്ര്യം വെറുതെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതല്ല. പകരം എന്താണ്, അതിന് കൃത്യമായിട്ടുള്ള ഇന്ന പാറ്റേൺസ് ഇന്ന തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ഇന്ന തരത്തിലുള്ള വൈവിധ്യങ്ങൾ കിട്ടുമെന്നുള്ളൊരു ധാരണയോട് കൂടിയാണ് ഈ മാപ്പിളപ്പാട്ടുകളുടെ ഒരു ഘടന രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് രൂപപ്പെടുത്തിയ എന്താ പറയണ്ടേ, അതുല്യരായ പാട്ടുകവികൾക്ക് നമസ്കാരം എന്നേ എനിക്ക് പറയാനുള്ളൂ. അത്രയ്ക്ക് പ്രധാനമാണ് ഇത്. അത്തരത്തിലുള്ള യുണീക്കായിട്ടൊരു ഫോമാണിത്. ലോകത്തിൽ തന്നെ വേണമെങ്കിൽ യുണീക്കായിട്ടൊരു ഫോമാണെന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്കത് പരിചയം എന്താണ്, സ്ഥിരമായിട്ട് ആ പരിചയം ഉള്ളതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ.